ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. സുപ്രീം കോടതി എന്തുകൊണ്ടാണ് സ്റ്റേ നൽകാത്തത്? സ്റ്റേ നൽകാനുള്ള സാഹചര്യം രാജ്യത്ത് ഇന്നില്ലേ? പൗരത്വ ഭേദഗതി നിയമത്തിൽ സ്റ്റേ നൽകുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ നിയമം ഒഴിവാക്കുക എന്നല്ല, മറിച്ച് ആ നിയമവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ തൽക്കാലം ഒന്ന് മാറ്റിവെക്കുക എന്നുള്ളതാണ് സ്റ്റേ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. പക്ഷേ അതിന് പോലും സുപ്രീം കോടതി തയ്യാറായില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ന്യായീകരണ വാദം പോലും ഉന്നയിച്ചില്ല. അതായത് പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള അറ്റോർണി ജനറലിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അദ്ദേഹം പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല, മറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് പരിപാടികളുണ്ട്, അതിനുള്ള സമയം തരണം എന്ന് മാത്രമേ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു വിശദീകരണം പോലും നൽകാൻ പറ്റാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി എന്തുകൊണ്ടാണ് സ്റ്റേ നൽകാത്തത്? സ്റ്റേ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തന്ത്രപൂർവം അവർക്ക് ഈ സമയത്തിനകത്ത് അവരുടെ കയ്യിൽ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിക്കൂടെ? അങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുകയില്ലേ? അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെ അവർക്ക് പൗരത്വം നൽകും? അപ്പോൾ ഈ ചോദ്യം സുപ്രീം കോടതിക്കകത്ത് തന്നെ ഉണ്ടായി. അഭിഷേക് മനു സിംഗ്വി എടുത്തു ചോദിച്ച ഒരു കാര്യമുണ്ട്. യു പിയിൽ യോഗി ആദിത്യനാഥ് 40 ലക്ഷത്തോളം വരുന്ന ഹൈന്ദവ മറ്റുള്ള സമുദായക്കാർക്ക് പൗരത്വം നൽകാൻ വേണ്ടിയിട്ട് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുമുണ്ട്, മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയിട്ട്. അപ്പോൾ ഈ 4 ആഴ്ചക്കുള്ളിൽ ആ തീരുമാനമുണ്ടായി കഴിഞ്ഞാൽ എന്തു ചെയ്യും സുപ്രീം കോടതി? അപ്പോൾ ഇവിടെ ഒരു സ്റ്റേ അനിവാര്യമായിരുന്നു. പക്ഷേ ആ സ്റ്റേ നൽകാൻ സുപ്രീം കോടതി തയ്യാറായുമില്ല. ഇവിടെ നമുക്കൊരുപാട് ആശങ്കകൾ തരുകയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഥമ ദൃഷ്ടിയാൽ തെളിയിക്കപ്പെടുന്ന ഒരു വസ്തുതയെ രാജ്യത്തെ പരമോന്നത നീതിപീഠം കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളുമായി തെരുവുകൾ സജീവമായി നിൽക്കുന്ന ഈ സമയത്ത് സുപ്രീം കോടതിയുടെ ഒരു നിർണായക സ്റ്റേ അനിവാര്യമായിരുന്നു. ഇനി ഈ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ ഒരു തീരുമാനം ഉത്തരവായി വന്നിട്ടില്ല. അത് 4 ആഴ്ചക്കകം കേട്ട് കഴിഞ്ഞതിന് ശേഷം തീരുമാനിച്ചാൽ മതി എന്നുള്ള രീതിയിലാണുള്ളത്. അവിടെയും രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്ക് ഒരു പ്രതീക്ഷയും സുപ്രീം കോടതി നൽകുന്നില്ല. അപ്പോൾ നിലവില് സുപ്രീം കോടതി ഒരു സ്റ്റേ നൽകണമായിരുന്നു. ആ സ്റ്റേ നൽകാത്തത് കൊണ്ട് തന്നെ രാജ്യത്തെ ജനങ്ങൾ ആശങ്കയിലാണുള്ളത്. പ്രതിഷേധങ്ങൾ ഇനിയും ഉയർന്നു വരേണ്ടത് തന്നെയുണ്ട്. കാരണം ഇതിനർത്ഥം നമ്മുടെ പ്രതിഷേധങ്ങൾക്ക് ഒരു വില സുപ്രീം കോടതി കൽപ്പിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ആരും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, എന്ത് ന്യായീകരിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അതിൻ്റെ വാസ്തവം. നമ്മളുടെ ശബ്ദങ്ങളെ അതിൻ്റെ ആഴത്തിൽ കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. ചിലപ്പോൾ വെറുതെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടാകാം. ആഴത്തിൽ കേട്ടിരുന്നുവെങ്കിൽ ഒരു ഉത്തരവെങ്കിലും പറയുമായിരുന്നു, ഭരണഘടനാ ബെഞ്ചിന് ഇത് വിടാം. അതുപോലും നടന്നിട്ടില്ല. കപിൽ സിബല്, അഭിഷേക് മനു സിംഗ്വി, വികാസ് സിംഗ്, അതുപോലെയുള്ള മുതിർന്ന അഭിഭാഷകരൊക്കെ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ഇത് സ്റ്റേ ചെയ്യണമെന്ന്. പക്ഷേ ആ സ്വരമൊന്നും കേൾക്കാതെ ഒരു ഒറ്റയാന്റെ സ്വരം അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ സ്വരം മാത്രം കേട്ടുകൊണ്ട് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന സുപ്രീം കോടതി പൊതുജനങ്ങൾക്ക് പരിപൂർണ വിശ്വാസം നൽകുന്നുണ്ടോ? ആ ചോദ്യം ഇന്ന് സോഷ്യൽ മീഡിയക്കകത്ത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ വലിയ ആശങ്കയിലാണ്. 4 ആഴ്ചയ്ക്ക് ശേഷം എന്ത് നടക്കും എന്നുള്ളത്. അതിനുള്ള ഉത്തരമാണോ ഇന്നത്തെ ദിവസം? അതാണ് ഇനി തിരിച്ചറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.